നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സംഭവം വിവാദമാക്കിയതിന് പിന്നാലെ ഇതേ പ്രതികൾക്കായി വീണ്ടും നിയമാനുസൃത രീതിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. തീരദേശം ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം മുരളീധരൻ നിർവഹിച്ചു. സമാന്തര നാടക പ്രവർത്തനങ്ങളുടെ തോഴൻ സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടകാവതരണവും സെപ്റ്റംബർ 21 കുന്നംകുളം ടൗൺ ഹാളിൽ. പ്രമുഖ സിനിമാ നാടക പ്രവർത്തകരായ ജോയ് മാത്യു, സുവീരൻ, ഇർഷാദ്, പ്രിയനന്ദനൻ, ജോളി ചിറയത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. 3 നാടകങ്ങളുടെ അവതരണവുമുണ്ടാകും. വാർത്തകൾ വിശദമായി. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സംഭവം വിവാദമാക്കിയതിനു പിന്നാലെ ഇതേ പ്രതികൾക്കായി വീണ്ടും നിയമാനുസൃത രീതിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. പരാതിക്കാരനായ SFI പ്രവർത്തകൻ എൽദോ ജേക്കബിനെ മർദ്ദിച്ചു പരിക്കേൽപ്പിക്കുകയും മൊബൈൽ ഫോണും 8000 രൂപയും പിടിച്ചുപറിക്കുകയും ചെയ്തെന്ന കേസിൽ ഇരങ്ങോടത്ത് ഗണേഷ്, കറുപ്പുംതൊടിയിൽ അല്ലമിൻ, കോലോത്തുകുളം മുഹമ്മദ് അസ്ലം എന്നിവരെ തൃശൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാനാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ഇതിൽ 1ാം പ്രതി ഗണേഷ് പോലീസിനെ ആക്രമിച്ചതടക്കം ക്രിമിനൽ കേസിൽ പ്രതിയാണ്. യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയുക വഴി വാദിക്കും പ്രതികൾക്കും നീതി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന തിരിച്ചറിയൽ പരേഡിന്റെ വിജയത്തിനാണ് മുഖംമൂടി ധരിപ്പിക്കുന്നത്. പരേഡിന് വിധേയരാകുന്നവർ യഥാർത്ഥ പ്രതികളല്ലെങ്കിൽ കേസിൽ നിന്നും മോചിതരാകാം. കോടതിയുടെ നിർദ്ദേശപ്രകാരം മറ്റു ജയിൽപ്പുള്ളികൾക്കൊപ്പം ഇടകലർന്ന് പ്രതികളെ നിർത്തിയാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുക. പരാതിക്കാരൻ പ്രതികളെ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ പരേഡിൽ വേഗം തിരിച്ചറിയാനാകും. ആരെയെങ്കിലും കുടുക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ആളെ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് പരാതിക്കാരന് ഗുണകരമാണ്. എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുവന്നതിനു ശേഷം മുഖംമൂടി മാറ്റി മറ്റുള്ളവർക്കൊപ്പം നിർത്തിയാൽ ശരിക്കും പ്രതികളായവരെ മാത്രമേ പരാതിക്കാരൻ തിരിച്ചറിയൂ. ഇങ്ങനെ പരാതിക്കാരനും കസ്റ്റഡിയിലുള്ളവർക്കും ഒരേപോലെ ഗുണകരമാകുന്ന വിധത്തിൽ മുഖംമൂടി ധരിപ്പിച്ചതിന്റെ പേരിലാണ് UK ഷാജഹാനെ സ്ഥലം മാറ്റിയത്. ചുരുക്കി പറഞ്ഞാൽ വൻ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായ സംഭവം അതേ രീതിയിൽ വീണ്ടും നടത്തിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് വിവാദമുണ്ടാക്കിയവർക്ക് വൻ തിരിച്ചടിയും പോലീസിന് ഗുണവും ആണെന്നാണ് നിയമവൃത്തങ്ങളുടെ വിലയിരുത്തൽ. മുഖംമൂടിയും വിലങ്ങും ധരിപ്പിച്ചത് നിയമാനുസൃതമാണെന്ന് തെളിഞ്ഞതോടെ സ്ഥലം മാറ്റത്തിന് വിധേയനായി നിലവിൽ പോസ്റ്റിംഗ് ലഭിക്കാതിരിക്കുന്ന ഇൻസ്പെക്ടർ UK ഷാജഹാനെ വടക്കാഞ്ചേരിയിൽ തന്നെ തിരികെ കൊണ്ടുവരേണ്ടി വരുമെന്നാണ് സൂചന. തീരദേശം ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ആരോപിച്ചു. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസിനെയും പോലീസിനെയും നോക്കുകുത്തിയാക്കി സർക്കാർ ലഹരി മാഫിയയെ കയറൂരി വിട്ടു. അതിന്റെ ഭാഗമായാണ് മദ്യത്തിന് ഇന്ന് നൽകുന്ന അമിത പ്രാധാന്യം. സർക്കാരിന്റെ മദ്യനയം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ്. മന്ത്രിമാർ മദ്യം കുടിക്കില്ലെന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും, പിന്നെ ആളുകളെ കൊണ്ട് കുടിപ്പിക്കും. അതാണ് സർക്കാരിന്റെ നയമെന്ന് മുരളീധരൻ വിമർശിച്ചു. വോട്ട് ചോരി ആദ്യം പരീക്ഷിച്ചത് കേരളത്തിലായിരുന്നു. വോട്ടുകൊള്ളയെക്കുറിച്ച് ഒന്നും മിണ്ടാത്ത ഏക BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. BJPയുടെ അടിമയും B ടീമുമായാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതിനെല്ലാം ഒരു നേതൃത്വം നൽകിയ പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനം. മഹാത്മജിയുടെ തലപ്പത്തിൽ ഇരുന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനം അതാണ് സത്യത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചതും സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരല്ല. ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഇതിലൊരു ബന്ധവുമില്ല. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KD വീരമണി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മരയ്ക്കാർ,
UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ C മുസ്താഖ് അലി, KM ഇബ്രാഹിം, സെക്രട്ടറിമാരായ PA നാസർ, CS രമണൻ, KK വേദുരാജ്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മിസ്രിയ മുസ്താഖ്, മൂക്കൻ കാഞ്ചന തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 25 വൈകിട്ട് 3 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, പ്രതിപക്ഷ നേതാവ് MK ജോസ്, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ, ആശുപത്രി സൂപ്രണ്ട് TP രാജഗോപാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. MP K രാധാകൃഷ്ണൻ, MLA AC മൊയ്തീൻ എന്നിവർ രക്ഷാധികാരികളായും ബ്ലോക്ക് പ്രസിഡന്റ് ചെയർമാനും ആശുപത്രി സൂപ്രണ്ട് കൺവീനറുമായും 500 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടക അവതരണവും സെപ്റ്റംബർ 21 കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടകരചയിതാവും സംവിധായകനും നടനുമായ സോബി സൂര്യഗ്രാമം അന്തരിച്ച് 1 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാട്ടക്കും ചേർന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രംഗഭാഷയിൽ പരീക്ഷണങ്ങളും പുതുമകളുമായി നാടകത്തിന്റെ വ്യവസ്ഥാപിത രീതികളിൽ നിന്നും മാറി നടന്ന സോബി പ്രമേയങ്ങളിലും അവതരണങ്ങളിലും സമാന്തര പാത തീർത്ത കലാകാരനാണ്. സൗന്ദര്യ സങ്കല്പങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയവും നാടകങ്ങൾക്ക് നിർബന്ധമാണെന്ന വാശിയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു. ഞായറാഴ്ച ടൗൺഹാളിൽ വൈകിട്ട് 4 മുതൽ നടക്കുന്ന അനുസ്മരണത്തിൽ പ്രമുഖ സിനിമാ നാടക പ്രവർത്തകരായ ജോയ് മാത്യു, സുവീരൻ, ഇർഷാദ്, പ്രിയനന്ദനൻ, ജോളി ചിറയത്ത്, ശൈലജ ജല എന്നിവർ പങ്കെടുക്കും. തുടർന്ന് ജയപ്രകാശ് കുളൂർ രചന നിർവഹിച്ച് സോബി സൂര്യഗ്രാമം സംവിധാനം ചെയ്ത വെള്ളരിക്കാപട്ടണം എന്ന നാടകം നാട്ടക് കുന്നംകുളം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കും. അപ്പുണ്ണി ശശി രചന നിർവഹിച്ച് അഭിനയിച്ച ശിവദാസ് പോയിൽക്കാവ് കഥ സംവിധാനം നിർവഹിച്ച ചക്കരപ്പന്തൽ സോളോ നാടകവും അരുൺലാൽ രചനയും സംവിധാനവും നിർവഹിച്ച ലിറ്റിൽ ഏറത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരള അവതരിപ്പിച്ച കുഹു നാടകം എന്നീ നാടകങ്ങളുടെ അവതരണവും ഉണ്ടാകും. സോബിയുടെ ഓർമ്മ നിലനിർത്താൻ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കൺവീനർ KG ബാബു, ചെയർമാൻ PA അശോകൻ, സംഘാടക സമിതിയുടെ മറ്റു ഭാരവാഹികളായ V വിദ്യാധരൻ, സുഗതൻ ഞമനേങ്ങാട്, സുനിൽ ഏറത്ത്, CO ബിജു എന്നിവർ വ്യക്തമാക്കി. സോബി ഇവിടെ അടുത്ത് തന്നെ കുന്നോളത്തിൻ്റെ അടുത്ത് കൽക്കാട്ട് പേരിൽ ജനിച്ചു വളർന്ന ആളാണ്. ധാരാളം നാടകങ്ങൾ ചെയ്തു. കുന്നോളത്തും പരിസരത്തും അത്ര സോബിനെ അറിയപ്പെടുമോ എന്തെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിൽ മൊത്തം വിദേശത്തും ധാരാളം നാടകങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള നാടകങ്ങൾ. സോബിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നാടകങ്ങൾ കൊണ്ട് ഒരു നാടകോത്സവം ഒരു ദിവസം നമ്മൾ ഇവിടെ വയ്ക്കുകയാണ്. അവൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചുള്ള അതുപോലെ എക്സ്പെരിമെൻ്റലായ പൊളിറ്റിക്കലായ ആ തിയേറ്ററിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയ സാധനങ്ങൾ അവൻ്റെ സ്വഭാവത്തിലേക്ക് അങ്ങനത്തെ ഒരു സാധനം പരീക്ഷണാത്മക. ഇപ്പോൾ ഇഫോക്കൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കുറേ കൂടി അത്ര നാടകങ്ങൾ കാണുകയും ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് 2000 മുമ്പാണ് അവൻ ചെയ്തത്. അവൻ്റെ 25 വയസ്സിന് മുമ്പിൽ അവൻ്റെ ഈ നാടകങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അവൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിന് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഒമാനിലും ദുബായിലൊക്കെ. അവർ സുഹൃത്തുക്കളും കൂടുതൽ തന്നെ. ഒരു കാര്യം പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. അവിടെയുള്ള സുഹൃത്തുക്കളാണ് ഇതിന് കൂടുതൽ സഹായിച്ചിട്ട് ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചത്. പെരുമ്പിലാവ് സെന്ററിൽ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നു. സംസ്ഥാനപാത 2 പിരിയുന്നിടത്തുള്ള സർക്കാർ ഭൂമിയിലാണ് ഇടം പെരുമ്പിലാവ് എന്ന പേരിൽ കടവല്ലൂർ പഞ്ചായത്ത് അനുവദിച്ച 9 ലക്ഷം രൂപ ഉപയോഗിച്ച് വിശ്രമ കേന്ദ്രം പണിയുന്നത്. വെള്ളർക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ട് വിഭാഗം വിദ്യാർത്ഥികൾ നൽകിയ രൂപരേഖ പ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം ഹെഡ്കോക്കിനാണ് നൽകിയിരിക്കുന്നത്. ഈ മാസം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ഇതിന്റെ ഭാഗമായി പുറംപോക്കിലുള്ള താൽക്കാലിക കച്ചവടങ്ങൾ മാറ്റുകയും പൊന്തക്കാടുകൾ വെട്ടിമാറ്റി സ്ഥലം വൃത്തിയാക്കുന്ന പ്രവൃത്തികളും പൂർത്തീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അറിയിച്ചു.
LDF ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തൈക്കാട് ജംഗ്ഷനിൽ തുടക്കമായി. CPI ജില്ലാ കൗൺസിൽ അംഗം രാകേഷ് കണിയാൻ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. CPI തൈക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AM ഷഫീർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ക്യാപ്റ്റനും വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് വൈസ് ക്യാപ്റ്റനും ജനതാദൾ S നേതാവ് M മോഹൻദാസ് മാനേജറുമായുള്ള ജാഥയ്ക്കാണ് തുടക്കമായത്. CPM ജില്ലാ കൗൺസിൽ അംഗം C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPI ജില്ലാ കൗൺസിൽ അംഗം PS ജയൻ, മുൻ MLA ഗീതാ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. വികസന മുന്നേറ്റ ജാഥ 20-ാം തീയതി സമാപിക്കും. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ അവശനായി കിടന്നിരുന്ന യുവാവിന് സഹായഹസ്തവുമായി സുമനസുകൾ. ഇരിങ്ങപ്പുറം സ്വദേശിയായ 36 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് 2 മാസത്തിലേറെയായി തലയ്ക്ക് സംഭവിച്ച ഗുരുതരമായ പരിക്കുകളോടെ മനോനില തകർന്ന് മേൽപ്പാലം പരിസരത്ത് കഴിഞ്ഞിരുന്നത്. സാമൂഹ്യ പ്രവർത്തകനായ അജു M ജോണി, തൃശൂർ നെടുപുഴ പള്ളി വികാരിയും സുഹൃത്തുമായ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത്, വാർഡ് കൗൺസിലർ KPA റഷീദ് എന്നിവർ ചേർന്നാണ് ഉണ്ണികൃഷ്ണനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നത്. കടബാധ്യതയുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് ഉണ്ണികൃഷ്ണന് തലയ്ക്ക് സാരമായ പരിക്കേറ്റത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ 3 പെൺമക്കളുമായി വാടക വീട്ടിൽ കഴിയുമ്പോൾ മാനസിക വിഭ്രാന്തിയിൽ നാട്ടിലും വീട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഉണ്ണികൃഷ്ണനെ കൃത്യമായി പരിപാലിക്കുന്നതിനോ വിദഗ്ധമായ ചികിത്സകൾ ലഭ്യമാക്കുന്നതിനോ കുടുംബത്തിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഉണ്ണികൃഷ്ണന്റെ ജീവിതം തെരുവിലായി. മനോനില തെറ്റിയ ഉണ്ണികൃഷ്ണന്റെ ദുരിത ജീവിതം കണ്ടറിഞ്ഞാണ് കാരുണ്യ മനസ്സുകൾ ചേർന്ന് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ ആംബുലൻസിൽ ഉണ്ണികൃഷ്ണനെ കുറുമാൽ FOJ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. വീട് വിട്ടിറങ്ങിയ മകനെ തിരിച്ചുകൊണ്ടുവന്ന് പരിപാലിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയവരോട് പിതാവ് സുബ്രഹ്മണ്യൻ നന്ദി അറിയിച്ചു. കുടുംബത്തിന് സഹായഹസ്തവുമായി വ്യാപാരികളും സേവ് ഗുരുവായൂർ അംഗങ്ങളുമായ ER ഗോപിനാഥൻ, CC വില്യംസ്, ഗിരീഷ്, ജയഘോഷ്, അമീർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാത നിർമ്മാണവും അതോടൊപ്പമുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ ജോലിയും വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പെരുമ്പിലാവ്, അക്കിക്കാവ് മേഖലകളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന പാതാ നിർമ്മാണത്തിനായി വേണ്ടത്ര തൊഴിലാളികളെ വെച്ച് 24 മണിക്കൂറും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കേണ്ടിടത്ത് മെല്ലെപ്പോക്ക് നയമാണ് നിർമ്മാണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദീർഘവീക്ഷണത്തോടെയും ശാസ്ത്രീയമായും റോഡ് നിർമ്മിക്കാത്തതിനാൽ മേഖലയിലെ ഇടയ്ക്കിടെയുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ പതിവാണ്. റോഡ് നിർമ്മാണം പുരോഗമിക്കവേ 1 മാസത്തിനിടെ 3 തവണയാണ് പാറമ്പാടത്ത് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ റോഡ് നിർമ്മാണവും അതോടനുബന്ധിച്ച് പൈപ്പ് സ്ഥാപിക്കൽ ജോലിയും വളരെ ഇഴഞ്ഞ മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം വാഹനയാത്രികളും വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ മേഖലയിലെ റോഡ് നിർമ്മാണ ജോലിയും അതുപോലെ തന്നെ പൈപ്പിടൽ സ്ഥാപിക്കലും കൂടുതൽ തൊഴിലാളികളെ വെച്ചും കൂടുതൽ മെഷീനറീസുകൾ വെച്ചും രാത്രികാലങ്ങളിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിച്ച് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രികർക്ക് അവരുടെ ഈ ദുരിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. സംസ്ഥാനപാതയുടെ നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല. അയ്യപ്പത്ത് റോഡിന് സമീപമായി 2ഇടത്തും പാറയമ്പാടത്ത് 4 ഭാഗത്തും റോഡ് പണി ഇനിയും പൂർത്തിയാക്കാനുണ്ട്. കൊങ്ങണൂർ CV ശ്രീരാമൻ റോഡിന് സമീപം കലുങ്ക് നിർമ്മാണവും പൂർത്തിയായിട്ടില്ല. ഇതുകൂടാതെ അക്കിക്കാവിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനുള്ള പണികൾ തുടങ്ങിയതോടെ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് അൻസാർ കോളേജ് വരെയുള്ള ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. കാൽനട യാത്ര പോലും ഏറെ ദുസ്സഹമായിരിക്കെയാണ്. വിദ്യാർത്ഥികളും വയോധികരും റോഡ് മുറിഞ്ഞു കടക്കാൻ പോലും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ വേണ്ടത്ര തൊഴിലാളികളെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വെച്ച് എത്രയും വേഗത്തിൽ പണി പൂർത്തിയാക്കുകയും റോഡ് നവീകരണം ഉടൻ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി നാട്ടുകാർക്കൊപ്പം അധികാരികളോട് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ ഷഹീദ് പാലിയത്ത് എന്നിവരും സംസാരിച്ചു. പെരുമ്പിലാവിലെ ഗതാഗതക്കുരുക്ക് പൈപ്പ് ഇടലുമായി ബന്ധപ്പെട്ട് അൻസാർ കോളേജ് മുതൽ അൻസാർ സ്കൂൾ പെരുമ്പിലാവ് പരിസരങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അവസ്ഥയിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്തുകയാണ്.
സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്ത്രീ ക്യാമ്പയിന്റെ ചാവക്കാട് നഗരസഭാതല ഉദ്ഘാടനം പാലയൂർ അർബൻ ഹെൽത്ത് സെന്ററിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ജനകീയാരോഗ്യ കേന്ദ്രങ്ങളിലും നഗര ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രത്യേക സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കും. ഈ ക്ലിനിക്കുകളിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മെച്ചപ്പെട്ട ചികിത്സയും സേവനങ്ങളും ലഭിക്കും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പാലയൂർ അർബൻ ഹെൽത്ത് സെന്റർ ഡോക്ടർ സുമയ്യ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 16 മുതൽ 2026 മാർച്ച് 8 വരെയാണ് ക്യാമ്പയിൻ. ഭാരതീയ തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ നോർത്ത് സബ് ഡിവിഷനും പുനമുച്ചി തപാൽ ഓഫീസും സംയുക്തമായി തപാൽ സേവനമേള സംഘടിപ്പിച്ചു. പെലക്കാട്ടുപയ്യൂർ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച സേവനവേളയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ എടുക്കാനുള്ള അവസരത്തിനൊപ്പം നിലവിലുള്ള ആധാറിൽ മൊബൈൽ നമ്പർ മാറ്റി പുതിയ നമ്പർ ചേർക്കാനുള്ള അവസരമുണ്ടായിരുന്നു. കുറഞ്ഞ നിരക്കിൽ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി, കിസാൻ സമ്മാൻ നിധി, സർക്കാർ സ്കോളർഷിപ്പ് അക്കൗണ്ടുകൾ, പോസ്റ്റ് ഓഫീസ് ലഘുസമ്പാദ്യ പദ്ധതി, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, നാരി സുരക്ഷ, ക്യാൻസർ കവർ തുടങ്ങിയ സേവനങ്ങളും തപാൽ സേവനമേളയുടെ ഭാഗമായി നടന്നു. തപാൽ സേവനമേളയുടെ ഉദ്ഘാടനം ഭാരതീയ തപാൽ വകുപ്പ് തൃശൂർ നോർത്ത് സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ KS പ്രശാന്ത് നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം മാഗി ജോൺസൺ അധ്യക്ഷയായി. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക് തൃശൂർ ഡിവിഷൻ മാനേജർ ആതിര ബാങ്കിംഗ് സേവനങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. കുരമുച്ചി പോസ്റ്റ് മാസ്റ്റർ V സതീശൻ, പോസ്റ്റ്മാൻ K രഘുനാഥൻ, മെയിൽ ഓവർസിയർ VU വേണുഗോപാൽ, മെയിൽ പാക്കർ അനു C ആൻഡോ, ടാക്സ് സേവക് മനോജ് I അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്ദൂർ സംഘം ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റി നയിക്കുന്ന തൊഴിലാളി മുന്നേറ്റ പദയാത്ര സമാപിച്ചു. കോട്ടപ്പടി തമ്പുരാൻപടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര BMS സംസ്ഥാന സമിതി അംഗം P ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധയിടങ്ങളിൽ ചുറ്റി പദയാത്ര ഗുരുവായൂർ കിഴക്കേ നടയിലെ മഞ്ജുലാൽ പരിസരത്ത് സമാപിച്ചു. പൊതുസമ്മേളനം സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PK ആറുമുഖൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, ട്രഷറർ സൂരജ് കോട്ടപ്പടി, സുഭാഷ് മണ്ണാരത്ത്, സന്തോഷ് വെള്ളർക്കാട്, ശശി വടക്കേക്കാട്, KT മുഹമ്മദ് യൂനസ്, വിജീഷ് മധുസൂദനൻ, സുരേഷ് എടക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ ഇരിങ്ങപ്പുറം 105 നമ്പർ അങ്കണവാടി സ്വാദിഷ്ടമായ രുചിക്കൂട്ടുകൾ കൊണ്ട് നിറഞ്ഞു. അങ്കണവാടിയിലെ കുരുന്നുകളുടെ അമ്മമാരാണ് മാതൃസ്നേഹത്തിൽ ചാലിച്ച രുചിക്കൂട്ടുകളോടെ വിവിധ വിഭവങ്ങൾ ഒരുക്കിയത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ പോഷൺ അഭിയാൻ പദ്ധതിയിലെ പോഷൺ മായുടെ ഭാഗമായാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. കൃത്രിമ രസക്കൂട്ടുകളില്ലാതെ തങ്ങളുടെ അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് അമ്മമാർ കൊണ്ടുവന്നത്. വാർഡ് കൗൺസിലർ സുബിത സുധീർ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ആഗ്നസ് ലാസർ, KN സരിത എന്നിവർ സംസാരിച്ചു. ക്യാരറ്റ് കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും ലഡു നിർമ്മിച്ച ജിനോഷ പ്രമോദ് 1ാം സ്ഥാനവും വ്യത്യസ്തമായ ക്യാരറ്റ് ജ്യൂസ് ഒരുക്കിയ ഡോക്ടർ പ്രിൻസി ലിജിത്ത് 2ാം സ്ഥാനവും ക്യാരറ്റും തേങ്ങയും ചേർത്ത് ചിരട്ടപ്പുട്ടുണ്ടാക്കിയ ശ്രീതു ശ്രീനാഥ് 3ാം സ്ഥാനവും നേടി. പ്രദർശനത്തിന് ശേഷം കുരുന്നുകളെല്ലാം വിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങൾ നുണഞ്ഞു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്ന MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, അഷ്റഫ് എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സദസ്സ് DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ MS സുഗുണൻ, CK റസാഖ്, അഡ്വക്കേറ്റ് പിൽജോ, CK ഷാജി, സാഫിയ മൊയ്തീൻ, മുൻ ചെയർമാൻ T സുബ്രഹ്മണ്യൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സത്യഭാമ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആബിദ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് പന്തംകുളത്തി പ്രകടനം നടത്തി. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് OS വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, അക്ബർ അലി, MH നൌഷാദ്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. പ്രതിഷേധ സദസ്സ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ R രവികുമാർ, KP ഉദയൻ, ബാലൻ വാറനാട്ട്, CS സൂരജ്, PI ലാസർ, ശൈലജ ദേവൻ, സ്റ്റീഫൻ ജോസ്, പ്രതീഷ് ഒഡാട്ട്, സിൻഡോ തോമസ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിലെയും വടക്കാഞ്ചേരി പോലീസിന്റെ KSUക്കാർക്കെതിരെയുള്ള മുഖംമൂടി
മുഖംമൂടി പീഡനക്കേസിലെയും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുവരും സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ മർദ്ദിച്ചവരെയും വടക്കാഞ്ചേരി മുഖംമൂടി പീഡനത്തിലെ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പുറത്താക്കും വരെ സമരം തുടരുമെന്ന് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC അംഗം അനിൽ അക്കരെ പറഞ്ഞു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി സിജു പാവർട്ടി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ, ഉമ്മർ സലീം, AT ആൻഡോ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജെറോം ബാബു, സിന്ധു അനിൽകുമാർ, ബെർട്ടിൻ ചെറുവത്തൂർ, അനിൽ ആതിര, ജോസഫ് ബിന്നി, TK സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചിറക്കൽ സെന്ററിൽ നടന്ന പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ സദസ്സും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. VK മുഹമ്മദ്, പാർട്ടി ഭാരവാഹികളായ MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, NK മജീദ്, സോണി സക്കറിയ, NA റാഷിദ്, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. നഗരസഭാങ്കണത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്വച്ഛതാ പതാക ഉയർത്തി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, കൌൺസിലർമാർ, നഗരസഭ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനവും നടന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം വിദ്യാർത്ഥികൾ കഥാകൃത്ത് AS പ്രിയയുമായി സംവദിച്ചു. തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് സംവാദത്തിനെത്തിയത്. 8ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി 1ാം അധ്യായത്തിലെ താളുകൾക്കിടയിലെ മയിൽപ്പീലി എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചായിരുന്നു സംവാദം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിവിധ വിഷയങ്ങളിലും ഭാഷകളിലുമുള്ള പുസ്തകങ്ങൾ കുട്ടികൾ തെരഞ്ഞെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥിയായ ആനന്ദകൃഷ്ണന് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് AS പ്രിയ പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ജില്ലാ ഗിഫ്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ MV പ്രശോഭ് പദ്ധതി വിശദീകരണം നടത്തി. മാതൃഭൂമി തൃശൂർ ജില്ലാ റീജിയണൽ മാനേജർ വിനോദ് P നാരായണൻ, കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകനായ PB ഉണ്ണികൃഷ്ണൻ, അധ്യാപികയായ അശ്വിനി, തൃശൂർ സർവശിക്ഷാഭിയാൻ ജില്ലാതല കോർഡിനേറ്റർ KB ബ്രിജി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി, ചാവക്കാട്, കുന്നംകുളം, മുല്ലശ്ശേരി, വലപ്പാട് എന്നീ ഉപജില്ലകളിലെ USS സ്കോളർഷിപ്പ് നേടിയവരിൽ നിന്നും പരീക്ഷാഭവൻ തെരഞ്ഞെടുത്ത 40 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ പുസ്തക വിതരണത്തിനെത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ജാഥയ്ക്ക് തുടക്കമായി. തിരുവത്ര കുഞ്ചേരിയിൽ CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവദാസൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, ജാഥ മാനേജർ PK സൈതാലിക്കുട്ടി, CPIM ഏരിയ സെക്രട്ടറി ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ വെള്ളിയാഴ്ച വൈകിട്ട് സമാപിക്കും. ടെക്നോ കൾച്ചറൽ പ്രദർശനവേദി വൈവിധ് 2025 യുവ എഞ്ചിനീയർമാരുടെ സ്വാഭാവിക പ്രതിഭയെ ഹീറോ ആക്കുന്ന വേദിയാകുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടെക് ഫെസ്റ്റ് വൈവിധ് 2025ന്റെ ഔദ്യോഗിക വെബ്സൈറ്റും ബ്രോഷറിന്റെ ആദ്യ പ്രതിയും പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു പ്രകാശന ചടങ്ങ്. യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ, BTech, MTech, MCA വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി വിദ്യാ പ്രൊജക്ട് എക്സ്പോ നടത്തുന്ന ആവിഷ്കാർ, ഫ്ലെക്സ് ഫോറം, പേപ്പർ അവതരണം, വർക്ക്ഷോപ്പ് സീരീസ്, ഐഡിയാഗ്രാം, ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായി നവയുവ എന്നിവയും മുഖ്യ ആകർഷണങ്ങളാണ്. വിവിധ സാങ്കേതിക വശങ്ങൾ ഉൾക്കൊള്ളുന്ന ടെക് ഫെസ്റ്റ് സെപ്റ്റംബർ 26-27 തീയതികളിൽ എല്ലാ ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സാങ്കേതിക വിസ്മയങ്ങൾ പ്രദർശിപ്പിക്കും. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, സ്കൂളുകൾ, ശാസ്ത്രപ്രേമികൾ തുടങ്ങി 15,000-ലധികം വ്യക്തികൾ പങ്കെടുക്കും. പുതിയ ഇലക്ട്രിക് കാർ, ബൈക്ക്, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഗതാഗത പരിഹാരങ്ങൾ അന്വേഷിക്കാനും പുതിയ EV മോഡലുകളുടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ പരിചയപ്പെടുത്തുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ K Renos, MCIയുടെ അദ്വൈത എന്നിവ ഇവന്റിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. സാംസ്കാരിക പരിപാടികൾ സെപ്റ്റംബർ 27 നടക്കും. വൈവിധ് കൺവീനർ L അനിത, ജോയിന്റ് കൺവീനർ TP നവീൻ, മീഡിയ കൺവീനർ MS സുരഭി, വിദ്യാർത്ഥികളായ ആദിത്യൻ, ആര്യൻ, ശരത്ത്, അശ്വിൻ, ശ്രുതി, അർജുൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഈ ഒരു ഏജിലുള്ള കുട്ടികൾ അങ്ങോട്ട് അഡ്വൈസ് ഒന്നും ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാം സ്മാർട്ട് കുട്ടികളാണ്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും എതിലേക്ക് കൊണ്ടുപോകണം
ഇതിന് നിങ്ങൾക്ക് ചോദ്യമോ ആശങ്കയോ ഒരു കുഴപ്പമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വൺ ഓഫ് ദ സൊല്യൂഷൻ ആണ് ഇത്തരത്തിലുള്ള ടെക്നോകൾച്ചറൽ ഫെസ്റ്റ്. അപ്പോൾ ആരാണ് നിങ്ങളുടെ കോളേജിൽ മിടുക്കൻ, ആരാണ് ആക്ച്വലി നിങ്ങളുടെ കോളേജിൽ ഹീറോ എന്ന് ഈ ടെക്നോകൾച്ചറൽ ഫെസ്റ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ വേറെ രീതിയിലുള്ള അനാവശ്യ കാര്യങ്ങളിൽ ഹീറോയിസം കാണിക്കാതെ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗം വിദ്യാർത്ഥികൾ റെയിൻബോ ഡേ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC റെയിൻബോ ഡേ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും മഴവില്ലിനെയും നിറങ്ങളുടെ മനോഹരമായ സമ്മേളനത്തെയും സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ ദിനാഘോഷം സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പാൾ ഷേബ ജോർജ് റെയിൻബോ ഡേ സന്ദേശം നൽകി. PTA എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണ K. മേനോൻ, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി, അധ്യാപകരായ B. ജയന്തി, സീമ പോൾ എന്നിവർ സംസാരിച്ചു. പ്രസംഗം, സോളോ സോങ്, ഗ്രൂപ്പ് ഡാൻസ്, സ്കിറ്റ്, റെയിൻബോ ഡാൻസ്, സാരി ഡ്രിൽ ഡാൻസ് എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 134 രൂപ. ചരമം. കടവല്ലൂർ ഹൈസ്കൂൾ റോഡിൽ പുലിക്കോട്ടിൽ പരേതനായ വറിക്കുട്ടി ഭാര്യ കുഞ്ഞാമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. സ്കറിയാച്ചൻ, ഓമന, പരേതനായ ജോസ് എന്നിവർ മക്കളാണ്. കടപ്പുറം തൊട്ടാപ്പ് ഫോക്കസ് റോഡിൽ അക്ഷയ സെന്ററിന് സമീപം താമസിക്കുന്ന പരേതനായ രാമൻ മകൻ ഞായക്കാട്ട് കുഞ്ഞിമോൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലളിത ഭാര്യയും ബാബു, ഷിബു, ഷിബിലാഷ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSU പ്രവർത്തകരെ മുഖം മൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സംഭവം വിവാദമാക്കിയതിനു പിന്നാലെ ഇതേ പ്രതികൾക്കായി വീണ്ടും നിയമാനുസൃത രീതിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. തീരദേശം ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ 2ാം ഘട്ട ഉദ്ഘാടനം മുരളീധരൻ നിർവഹിച്ചു. സമാന്തര നാടക പ്രവർത്തനങ്ങളുടെ തോഴൻ സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടക അവതരണവും സെപ്റ്റംബർ 21 കുന്നംകുളം ടൗൺ ഹാളിൽ. പ്രമുഖ സിനിമാ നാടക പ്രവർത്തകരായ ജോയ് മാത്യു, സുവീരൻ, ഇർഷാദ്, പ്രിയനന്ദനൻ, ജോളി ചിറയത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. 3 നാടകങ്ങളുടെ അവതരണവും ഉണ്ടാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.